ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, കാർ ഡ്രൈവിങ്ങിൽ വാഹനം അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇങ്ങനെ ഐഡിയ ഉള്ള പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിലുള്ള ഒരു പ്രോബ്ലമാണ് വാഹനം റോഡിൽ ഓടിക്കാനായിട്ടുള്ള ധൈര്യമില്ലായ്മ. ഈ ധൈര്യമില്ലായ്മ കൊണ്ട് തന്നെ ഒരുപാട് പേര് വാഹനം ഓടിക്കാതിരിക്കുന്നുണ്ട്. അത്യാവശ്യം ഗിയർ മാറി ഓടിക്കാനും ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യാനും സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് അറിയാം. പക്ഷെങ്കിൽ ഈ ധൈര്യമില്ലായ്മയാണ് ഒരുപാട് പേർക്ക് വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയാത്തത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ധൈര്യക്കുറവുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടണം. അതുപോലെ ഈ വീഡിയോ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും വീഡിയോ പ്രയോജനം ചെയ്യട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം 1 by 1 ആയിട്ട് ഡ്രൈവിംഗ് പഠിക്കേണ്ട വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും പ്രയോജനം ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ധൈര്യം കൂടുതലായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ധൈര്യം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വാഹനം ഓടിക്കാനായിട്ടുള്ള ധൈര്യമില്ലായ്മ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാഹനത്തെ പെട്ടെന്ന് മുന്നോട്ട് നീക്കാനും പെട്ടെന്ന് നിർത്താനും ഡ്രൈവിങ്ങിൽ നിങ്ങൾ ആദ്യം പഠിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ കാല് ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഹാഫ് ക്ലച്ചിനെ കൃത്യമായിട്ടുള്ള പോയിന്റിലേക്ക് ഒരുങ്ങുന്നു, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു. ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക, അപ്പോൾ വണ്ടി ഓഫ് ആകത്തില്ല. ഇതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്തു, വണ്ടി ഓഫായില്ല. എന്നിട്ട് വണ്ടി എടുത്താലുടൻ നിരപ്പായിട്ടുള്ള ഒരു പ്രതലമാണെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകാം. ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാം. സെക്കൻഡ് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും നിങ്ങൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തണം. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. വണ്ടി നിർത്താനായിട്ട് തീരുമാനിച്ചാൽ നേരത്തെ ഇടത്തെ കാല് ക്ലച്ചേ വെക്കുക, എന്നിട്ട് ക്ലച്ച് ആദ്യം ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക. ഇത് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. വണ്ടി മുന്നോട്ട് എടുക്കുകയും ഇതുപോലെ നിർത്താനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ കോൺഫിഡൻസ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്തത് ഇതുപോലെ എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. വണ്ടി എടുത്താൽ ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാനിതേ വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഇത് ഇവിടെ ഒരു ജംഗ്ഷൻ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് എടുക്കണം. ഞാനിവിടെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കി, ഈ ജംഗ്ഷൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. കാരണം ഒരു മെയിൻ റോഡാണ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് കൊടുത്തു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇരു സൈഡും നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണ്. കണ്ടോ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്. വണ്ടി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതുണ്ടോ വാഹനം ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇതുപോലെയുള്ള ജംഗ്ഷനിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേടി കൂടാതെ വാഹനം നിർത്താനും പെട്ടെന്ന് എടുക്കാനും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആ വാഹനം ഓടിക്കുന്ന ഒരുപാട് പേർക്ക് ധൈര്യം ഇല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, സെക്കൻഡ് ഗിയർ വരെ ഇടും, തേർഡ് ഗിയർ ഇടാനായിട്ടുള്ള ഒരു ധൈര്യക്കുറവ് പല ആൾക്കാർക്കുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് നമുക്ക് ഇതുപോലെ തേർഡ് ഗിയർ ഇടാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ തേർഡ് ഗിയറിലേക്ക് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ 3ാമത്തെ ഗിയറിലാണ് എൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, അതായത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3ാമത്തെ ഗിയർ ഇടാനായിട്ട് നിങ്ങൾ ഒരുപാട് ലേറ്റ് ആകേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്, വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പുറകിലൊരു വാഹനം വന്നു കഴിയുമ്പോൾ പല ആൾക്കാർ പെട്ടെന്ന് കയറി ബ്രേക്ക് ഔട്ടാനായിട്ട് ശ്രമിക്കും. കാരണം പുറകെ വരുന്ന വണ്ടിയെ കയറ്റി വിടാനായിട്ട്. നിങ്ങൾ ഇതിന് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുപോലെ കയറിപ്പോക്കോളും. അത്ര മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് പേടിക്കാതെ തന്നെ ഡ്രൈവ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് ആക്സിലറേഷൻ കുറയ്ക്കുകയും ബ്രേക്ക് പെഡലിലേക്ക് കാല് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കുക. ചവിട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെച്ചേക്കുക. ഇൻ കേസ് ചവിട്ടേണ്ട സിറ്റുവേഷൻ വന്നാൽ മാത്രം ചവിട്ടുക. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡും അതുപോലെ തന്നെ ചെറിയ വളവും തിരിവൊക്കെ ആണെങ്കിൽ പോലും നമുക്കിതേ 4ാമത്തെ ഗിയറിലേക്ക് ഇടാം. ഇങ്ങനെ 3ഉം 4ഉം ഗിയറും കൂടെ ഇടുക. നിങ്ങളിൽ പല ആൾക്കാർ 2 ഗിയർ വരെ ഇടത്തുള്ളൂ, സെക്കൻഡ് വരെ ഇടത്തുള്ളൂ. 3ും 4ഉം പല ആൾക്കാരും കൊടുക്കാറില്ല. 5th എന്ന് പറയുന്ന ഗിയറെ പല ആൾക്കാർ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ 5th ഒന്നും ഇട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി. എന്തുകൊണ്ട്, ആ ഒരു വണ്ടി അവിടെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്നതുകൊണ്ടാണ് എൻ്റെ ക്ലച്ചിലും ബ്രേക്കിലും വന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിച്ചോണം. ഇതുപോലെ ഒരു ജംഗ്ഷനിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിൽ ജസ്റ്റ് ഒന്ന് വെച്ചേക്കുക. വെച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഒരു വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട സിറ്റുവേഷൻ വരെ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഇവിടെ 4th വരുവാണ്, ഇവിടെ ഒരു വളവുണ്ട്. ഇവിടെയൊക്കെ ധൈര്യത്തോടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്
ഫോർത്തിൽ നിന്ന് ഒരു ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് കൊടുക്കുക. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഇടത്തെ കാല് ക്ലച്ച് പെടലെ തന്നെ ഒന്ന് വെച്ചേക്കണം. എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് നീക്കുക, അതായത് ക്ലച്ച് റിലീസ് ചെയ്തിട്ട്. അതങ്ങനെ പറയുന്നത് നമ്മളൊരു വളവും ഒരു പാലമൊക്കെയാണ് കയറുന്ന സമയത്ത് പെട്ടെന്ന് ഇൻ കേസ് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലച്ച് ഔട്ടുക, ബ്രേക്കിലേക്ക് വരിക. ഇതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു കാര്യം അങ്ങനെ ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫോർത്ത് വരെ പല ആൾക്കാരും സെക്കൻഡ് ഗിയർ വരെ പല ആൾക്കാരും ഇടാറുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രൈവിങ്ങിൽ തേർഡും ഫോർത്തും കൊടുക്കണം, ഫിഫ്ത്തും കൊടുക്കാനായിട്ട് പഠിക്കണം. ഫിഫ്ത്ത് കൊടുക്കുന്നത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫിഫ്ത്ത് കൊടുക്കാൻ വളരെ സുഖകരമായിട്ട് പറ്റും. അതായത് ഇപ്പോൾ തേർഡിൽ പോവാണ്, വണ്ടിക്ക് ഇത്തിരി മൂവ്മെൻറ്റ്സ് നൽകുക, എന്നിട്ട് വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തുക, ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഇടുക, ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആക്സിലറേഷൻ കൊടുത്താൽ നാലാമത്തെ ഗിയർ പോകാം. അഞ്ചാമത്തെ ഗിയർ പോകാൻ ഒരുപാട് സ്പീഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയൊരു സ്പീഡ് മതി. ചെറിയ സ്പീഡിൽ പോകണം. ഞാനിത് അഞ്ചാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കാം. അതുകൊണ്ടോ 5 ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അഞ്ചാമത്തെ ഗിയറിൽ പോകും. ഇനി ഒരു ജംഗ്ഷനിലേക്ക് അടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബ്രേക്കേ കാല് വരികയും ക്ലച്ചിലേക്ക് വരികയും ചെയ്യുക. വണ്ടി പൂർണ്ണമായിട്ട് സ്ലോ ആയെന്ന് തോന്നിയാൽ മാത്രം ഫസ്റ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് നയിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഫിഫ്ത്തിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് സെക്കൻഡ് കൊടുത്തു. എന്തുകൊണ്ടാണ്? നമ്മുടെ വണ്ടി അവിടെ നമുക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു എന്ന് പറഞ്ഞാൽ തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ അല്ല, ആവറേജ് ഒരു സ്ലോ മാത്രമേ വന്നുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. തീർത്തും സ്ലോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വണ്ടി നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ മാത്രം ഫസ്റ്റ് ഗിയർ ഡ്രൈവിംഗ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേടി പോവാണ്, വീണ്ടും എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്തിലേക്ക് ഇടുന്നു. കണ്ടോ? അപ്പം ഇത്തരം കാര്യങ്ങൾ ഗിയർ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ഓർക്കണം, നിങ്ങൾക്ക് ധൈര്യം ലഭിക്കാനായിട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് പറയാം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ധൈര്യം, നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കിട്ടാനായിട്ട്, പല ആൾക്കാർക്കും വണ്ടി ഇടിക്കുമോ തട്ടുമോ എന്നുള്ള പേടിയാണ്. എതിരെ വരുന്ന വണ്ടികൾ, പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ, സൈഡിലുള്ള ആൾക്കാരൊക്കെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രം ശ്രദ്ധിച്ച് ലെഫ്റ്റ് ചേർന്ന് തന്നെ പോകാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും റോഡിന് വീതി ഉണ്ടെന്ന് പറഞ്ഞ് നടുക്ക് പിടിക്കരുത്. ഇപ്പം ഞാനിവിടെ ലെഫ്റ്റ് ചേർന്ന് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുറകെ വരുന്ന ഒരു വണ്ടി ഹോൺ പോലും അടിക്കുമല്ല, ഇതുപോലെ അവർ കയറി പൊക്കോളൂ. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ വരത്തില്ല, മനസ്സിലായോ? പക്ഷേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അറിയാതെ റോഡിൻ്റെ നടുക്കിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ ബുദ്ധിമുട്ട് വരും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ, ഞാൻ ഇത്രയും ഇടത് ചേർന്ന് പോകുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല, അവർ കയറി പോകുന്നുണ്ടോ. അതുകൊണ്ട് പരമാവധി നിങ്ങൾക്ക് ധൈര്യത്തോടെ ഓടിക്കാം. ഇതുപോലെ ലെഫ്റ്റ് ചേർന്ന് നിങ്ങൾ പരമാവധി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിന് ലെഫ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാം. പിന്നെ ആ സൈഡിൽ കൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സന്ദർഭം വരുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യണം, കുറച്ച് ഒന്ന് ഹോൺ അടിച്ച് കൊടുക്കണം. ഒരു 1-2 തവണ ഹോൺ അടിച്ച് കൃത്യമായിട്ട് അവരെ ഒന്ന് നമ്മുടെ വണ്ടി വരുന്നുണ്ടെന്ന് അറിയിക്കുക. എന്നിട്ട് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് അവരെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് അവരെ കടന്നതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് സൈഡ് പിടിക്കുക. ഇത്രയും കാര്യമുള്ളൂ. ഇനി ഗിയർ നിങ്ങൾ ഓടിക്കുന്നതിനിടയിൽ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് നേരത്തെ ഡൗൺ ചെയ്യും. ഇപ്പോൾ ഫോർത്തിൽ പോകുന്ന ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ തേർഡിലേക്ക് ഇടുന്നു. ഇനിയിപ്പം നമുക്ക് വീണ്ടും ഇവിടെ വണ്ടി സ്ലോ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും നമുക്ക് നല്ല രീതിയിൽ സ്ലോ ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ധൈര്യത്തോടെ ഒരു വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ധൈര്യത്തോടെ വാഹനം ഓടിക്കാനായിട്ട് ഈ കാര്യങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.